തൃശൂർ പേരാമ്പ്രയിൽ കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ KSRTC ബസ് ഇടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ്. മലപ്പുറം നിലമ്പൂർ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും ഉഗ്രശബ്ദം. അനക്കൽ ഉപ്പട പ്രദേശത്താണ് ഭൂമിക്കടിയിൽ നിന്നും വീണ്ടും പ്രകമ്പനമുണ്ടായത്. പ്രദേശവാസികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. ആലപ്പുഴ മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. വരും ദിവസങ്ങളിലും കർശന നടപടി സ്ഥിരീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും ഭക്തരുടെ മാല മോഷ്ടിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് ചെന്നൈ സ്വദേശികളായ അമ്മു, ഷെൽവി, മധുരൈ സ്വദേശികളായ പാർവതി, സരസ്വതി എന്നിവർ മോഷ്ടിച്ച മാലയടക്കം കണ്ടെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ കയ്പമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കൈമാറി. E.T. ടൈസൺ MLA ധനസഹായം വിതരണം ചെയ്തു. തൃശൂർ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ കൃഷിവകുപ്പിന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സഹകരണത്തോടെ ചാലക്കുടി അഗ്രി ബിസിനസ് എക്സ്പോ സംഘടിപ്പിച്ചു. ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിൽ നടക്കുന്ന എക്സ്പോ ഡിസംബർ 14 അവസാനിക്കും. മലപ്പുറം കോട്ടക്കൽ അബ്ദുൾ ബാരി അക്കാദമിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 11ാം വാർഷിക സമ്മേളനവും ഈ മാസം 14, 15 തീയതികളിൽ നടത്തും. പരിപാടി സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പുത്തനത്താണി ചന്ദ്രക്കാവ് ക്ഷേത്രത്തിലെ സമ്പൂർണ്ണ നാരായണീയ പാരായണവും നാമജപ ഘോഷയാത്രയും വെള്ളിയാഴ്ച നടന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2020 പാർട്ടിയുടെ തൃശൂർ കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നേതൃസംഗമവും നടന്നു. പെരിഞ്ഞനം ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മാല്യങ്കര SNM കോളേജിന്റെ 60ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം. ഡിസംബർ 14 നടക്കുന്ന വാർഷികാഘോഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കട ജംഗ്ഷനിൽ കേബിളിൽ കുരുങ്ങിയ പ്രാവിനെ രക്ഷിച്ച് ഫയർഫോഴ്സ് സംഘം. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പ്രാവിനെ രക്ഷിച്ചത്.